ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കുട്ടി റെസിപ്പിയാണ്. അപ്പോൾ കപ്പയും ഉണക്കമീനും മുളക് ചമ്മന്തിയും ഒരു കട്ടൻ ചായ ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ്. നാടൻ ഭക്ഷണമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊരു അറിയില്ല. എന്തായാലും നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നിങ്ങളൊന്ന് കാണണ്ടേ. അപ്പോൾ വായോ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ആദ്യം ഞാനൊരു 3-4 കപ്പ ഞങ്ങൾക്കിവിടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ആദ്യം കഴുകി തൊലിയൊക്കെ കളഞ്ഞു, കഴുകി വൃത്തിയാക്കി ആദ്യം കപ്പ മുറിച്ചിട്ട് നമുക്ക് എടുക്കാം അല്ലേ. ആദ്യം നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് വേണം അടുത്ത് ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എന്തായാലും കപ്പ ആദ്യം വൃത്തിയാക്കി എടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ കറണ്ട് പോയും വന്ന് നിന്നതുകൊണ്ട് ചെറിയ ഒരു വെളിച്ചക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ഉള്ള സൗകര്യങ്ങളുടെ ഇടയിൽ കൂടി ഒരു ചെറിയൊരു കുട്ടി റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ കപ്പയെ നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉള്ളി എടുത്ത്, ചെറിയ ഉള്ളിയാണ് കേട്ടോ, ഒരു 10-15 ഉള്ളിയിൽ കൂടുതൽ ഞാൻ എടുത്തു. ഉള്ളി കൂടുതലുണ്ടെങ്കിൽ തന്നെ മുളക് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി കുറച്ച് കൂടുതലെടുത്തു കേട്ടോ. അങ്ങനെ കപ്പ തിളച്ച് കഴിഞ്ഞ് റെഡിയായോ എന്ന് വന്ന് നോക്കിയപ്പം ഒരു 8ൻ്റെ പണി കിട്ടി എൻ്റെ പൊന്നു ഫ്രണ്ട്സേ. കാരണം എന്താണെന്നറിയോ, കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വെള്ള കളറ്. നല്ല കപ്പയും ഉണ്ട്, ഇടയ്ക്ക് കള്ളക്കപ്പയും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വേഗട്ടെ എന്ന് പറഞ്ഞിരുന്നു. ഇഷ്ടം വേഗം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നന്നായിട്ട് വെന്ത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിച്ചപ്പോൾ. അങ്ങനെ കപ്പ എന്നാൽ അവിടെ ഇരുന്ന് വേഗട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് മുളകും ഉള്ളിയെല്ലാം തൊലി കളഞ്ഞ് കൊണ്ടുവന്ന് വൃത്തിയാക്കി. ഇനി മുളകിനെ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. നല്ലപോലെ ചൂടാക്കി വറുത്ത് നല്ല മുരുമുരാന്ന് എടുക്കണം, എന്നാലേ അത് പൊടിഞ്ഞ് കിട്ടുള്ളൂ. നമ്മൾ ഇടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പക്ഷേ ചെറിയ ഇടികല്ലായതുകൊണ്ട് ഇത്രയും മുളകും ഉള്ളിയും ഒക്കെ അതിലിട്ട് ഇടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മുളക് വറുത്ത് മാറ്റിയിട്ട് ഉള്ളി അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചെറിയതായിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ്. വലിയ കളറൊന്നും മാറാൻ നിൽക്കണ്ട. അതിനു മുമ്പ് നമ്മളിങ്ങ് കോരി എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും മാറ്റി കഴിഞ്ഞ് നമ്മളിനി പെട്ടെന്നായതുകൊണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ തന്നെ മിക്സിയിൽ തന്നെയാണ് ഞാൻ അടിച്ചെടുത്തത് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒരു അടിച്ചിങ്ങ് എടുത്തു. പക്ഷെ കുറച്ച് അരഞ്ഞു പോയി. ഇത്രയും അരയേണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അരഞ്ഞെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു, പ്രവീണിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അരച്ച് മാറ്റി വെച്ചിട്ട് ഒരു കട്ടൻ ചായ ഇട്ട്. ഇതിൻ്റെ ഇടയിൽ കറണ്ട് പോയത് കൊണ്ട് ഈ കട്ടൻ ചായയൊക്കെ ഇടുന്നത് തിളയ്ക്കുന്നത് എടുത്തായിരുന്നു. അതിന് മുമ്പ് അടുപ്പത്ത് വെച്ചതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ കപ്പയും വെന്തിരുന്നു. പിന്നെ കപ്പയും ഒന്ന് ഊറ്റി ഇനി ഒരു കട്ടൻ ചായയും കൂടെ ഇട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 ഉണക്കമീനുണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെയും കൂടെ ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും കട്ടൻ ചായ ഈ ഒരു തിളയ്ക്കുന്ന സമയത്താണ് കറണ്ട് വന്നത്. അങ്ങനെ കട്ടൻ ചായ തിളച്ച് കപ്പയും ഊറ്റി എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് പ്രബിന് ഇതെല്ലാം നമുക്ക് കൊടുക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ ഇത്. ഇതാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കപ്പ, ഇറച്ചി, അങ്ങനെ മീൻകറി ഇതൊക്കെ വെച്ച് കൊടുക്കുന്ന ഇഷ്ടമാണ്. അതിനേക്കാളും ചമ്മന്തിയും ഒക്കെ വെച്ച് കൊടുക്കണം അതിനേക്കാളും ഇഷ്ടമാണ്. എന്നാലും അവൻ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും കാപ്പി, ദോശയും ഇഡ്ഡലിയും ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇവൻ ഇന്നൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അവനൊരു സർപ്രൈസായിട്ട് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഇവൻ ഇന്ന് അന്തം വിട്ട് കുന്തം ചാടുമെന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ഇവനെ അറിയുന്നില്ല. അങ്ങനെ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞതുകൊണ്ടാണ് സ്റ്റഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോഴേ അവന് ഭയങ്കര സന്തോഷമായി. കണ്ടോ, അവൻ്റെ മുഖത്ത് തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, സൂപ്പറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയുന്നത് സൂപ്പറായിട്ടുണ്ടെന്ന്. അത് മാത്രമല്ല, അവന് അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന അത്രയൊന്നും കഴിക്കില്ല കേട്ടോ. ഇന്നാണെങ്കിൽ അവൻ ഫുള്ള് കഴിച്ചു കേട്ടോ. അതാണ് എനിക്ക് ഒരുപാട് സന്തോഷമായത്. അങ്ങനെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ? അങ്ങനെ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കല്ല്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കമൻറ്റ് ഞാൻ നോക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.